നമസ്കാരം. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിന് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മികച്ച ഭരണം സാധ്യമാകട്ടെ എന്നും ഒരുമിച്ച് വീണ്ടും പ്രവർത്തിക്കാൻ ഉറ്റുനോക്കുകയാണെന്നും മോദി എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന വിധത്തിലും ലോകത്തിന്റെ മികച്ച ഭാവി രൂപപ്പെടുന്നതിനും ഒരിക്കൽ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നില്ല. പകരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ചടങ്ങിൽ പങ്കെടുത്തത്. അതേസമയം ട്രംപിന് കൈമാറാനുള്ള കത്തും മോദി ജയശങ്കറിന്റെ കൈവശം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ കാലയളവിൽ ഇന്ത്യയും യുഎസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മികച്ച രീതിയിലാണ് മുൻപോട്ട് പോയത്. പുതിയ ട്രംപ് സർക്കാരും ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനിടെ ഭരണത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ട്. ഇന്ത്യ സന്ദർശിക്കുന്നത് സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ട്രംപ് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. ഇന്ത്യ സന്ദർശനത്തിനൊപ്പം തന്നെ ട്രംപ് ചൈനയും സന്ദർശിച്ചേക്കുമെന്ന വാർത്തകൾ ഉണ്ട്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കും രണ്ടാം വരവിൽ ട്രംപ് നടത്തിയിരിക്കുമെന്നാണ് വിവരം. ഇതിനിടയിൽ റഷ്യ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈൻ പ്രശ്നം ശാശ്വതമായ രീതിയിൽ പരിഹരിക്കാൻ ഇടപെടാമെന്ന് യുഎസിനോട് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭ്യർത്ഥിച്ചിരുന്നു. യുക്രൈന്റെ വിഷയത്തിൽ ഏത് വിധത്തിലുള്ള ചർച്ചകൾക്കും തങ്ങൾ ഒരുക്കമാണെന്ന നിലപാടാണ് പുടിൻ ഇന്ന് സ്വീകരിച്ചത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ശ്രമിക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയതാണ്. പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയിൽ യുദ്ധം സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടായാൽ ട്രംപിനെ സംബന്ധിച്ച് ഗ്രാഫ് ഉയരാൻ ഇത് കാരണമാകും. ഇതിനോടകം തന്നെ ഗാസയിലെ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ട്രംപ് ഏറ്റെടുത്തിട്ടുണ്ട്. 15 മാസങ്ങൾക്ക് ശേഷമാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായത്. ട്രംപ് അധികാരത്തിലേറാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയായിരുന്നു കരാർ നടപ്പാക്കിയത്. അതേസമയം വിദേശ രാജ്യങ്ങൾക്ക് നികുതി ചുമത്തുന്നതിൽ നിർണായക പ്രഖ്യാപനവുമായി യുഎസിൽ സ്ഥാനമേറ്റെടുത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന പ്രഖ്യാപനമാണ് അധികാരമേറ്റതിന് പിന്നാലെ ട്രംപിൽ നിന്ന് ആദ്യ ദിനം തന്നെ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കക്കാരെ സമ്പന്നരാക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ മേൽ താരിഫുകളും നികുതികളും ചുമത്തുമെന്നാണ് ട്രംപ് ആദ്യ ദിനം തന്നെ പ്രഖ്യാപിച്ചത്. വിദേശ സ്രോതസ്സുകളിൽ നിന്ന് വൻതോതിൽ തീരുവകളും മറ്റു വരുമാനങ്ങളും ശേഖരിക്കുന്നതിനായി ഒരു ബാഹ്യ റവന്യൂ സേവനം തന്നെ ഇതിനായി സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കക്കാരെ സംരക്ഷിക്കുന്നതിനായി യുഎസിന്റെ വ്യാപാര സമ്പ്രദായം ഉടൻ പുനഃപരിശോധിക്കണമെന്നാണ് ട്രംപ് തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അറിയിച്ചത്. തിങ്കളാഴ്ച അധികാരമേറ്റ ട്രംപ് ആഗോള ഇറക്കുമതിക്ക് 10%, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 60%, മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി സർചാർജുകൾ ഏർപ്പെടുത്തുമെന്ന നയമാണ് മുന്നോട്ട് വെച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ചിലത് നിബന്ധനകൾക്ക് വിധേയമാകും. കാനഡയുടെയും മെക്സിക്കോയുടെയും കാര്യത്തിൽ യുഎസിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിലും മയക്കുമരുന്ന് കാർട്ടലുകളെ തടയുന്നതിലും പരാജയപ്പെട്ടാൽ ഈ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ചില യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് കാര്യമായ താരിഫ് ചുമത്തുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ട്രംപിന്റെ തീരുമാനം ചെറിയ തലവേദനയാവില്ല ഉണ്ടാക്കുന്നത്. യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിയതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആവർത്തിച്ച് വിമർശിച്ച വ്യക്തി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുകയാണെങ്കിൽ വാഷിംഗ്ടണും ഇന്ത്യൻ ഇറക്കുമതിക്ക് സമാനമായ താരിഫ് ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇന്ത്യക്ക് ഭീഷണിയാണെന്ന കാര്യത്തിൽ തർക്കമേതുമില്ല. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പിന്നാലെ കഴിഞ്ഞ ഡിസംബറിൽ ട്രംപ് തന്റെ നയം വ്യക്തമാക്കിയതാണ്. ഇങ്ങോട്ട് ചുമത്തുന്ന നികുതിക്ക് അനുസൃതമായി അങ്ങോട്ടും കിട്ടുമെന്ന നിലപാടാണ് ട്രംപിന്റേത്. കൂടാതെ ബ്രിക്സ് കൂട്ടായ്മയ്ക്കും ട്രംപ് തീരുവ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യ മുൻനിരയിൽ നേതൃത്വം നൽകുന്ന കൂട്ടായ്മയാണ് ബ്രിക്സ്. ഒക്ടോബറിലെ റഷ്യയിലെ കസാനിൽ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഡോളർ ഇതര ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തതിനു ശേഷമാണ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് ട്രംപ് 100% താരിഫ് എന്ന മുന്നറിയിപ്പ് നൽകിയത്. പ്രധാനമായും റഷ്യ, ചൈന രാജ്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്.